പണിക്കാരൊക്കെ നേരത്തെ വന്നോ ഇന്ന്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ പണിക്കാരെ വെറുതെ ഉപദേശിക്കാൻ ചെല്ലരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അവർ പണി ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അതുകൊണ്ടല്ല, നിങ്ങൾ ചുമ്മാ ഇലക്ട്രിസിറ്റിയുടെ കഥയും പറഞ്ഞ് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പണി നടക്കത്തില്ല. കഴിച്ചായിരുന്നല്ലോ. ശരി എന്നാ. ശരി ചേട്ടാ, ഞാൻ വിളിക്കാം എന്നാ. എന്ത് പറ്റി ലേറ്റായി പോയമ്മേ? ഇല്ല, ഞാൻ കുറെ നേരം അമ്പലത്തിൽ ഇരുന്നു. തൊഴുതോ? നന്നായിട്ട് തൊഴുതു. കൊറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നത് കൊണ്ടേ ഒരു ഗുണം ഉണ്ടായി. എന്തമ്മാ? കൊറേ നാളായിട്ട് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇന്നെന്നെ തട്ടി വിളിച്ചു. എന്താ ആഗ്രഹം? നമ്മുടെ ക്ഷേത്രത്തിലെ ഭക്തജന സംഘമേ അവരൊരു തീർത്ഥയാത്ര പോകുന്നു. എവിടേക്കാ പോണേ? അത് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 2 മാസത്തിന് മുമ്പേ എന്നോട് പറഞ്ഞതാ. പിന്നെ 10-20 ദിവസത്തെ യാത്രയായതുകൊണ്ട് ഞാനങ്ങ് മടിച്ചു. 20 ദിവസോ? അടുത്ത ഞായറാഴ്ച പോന്നേ. 20 ദിവസം എന്ന് പറയുമ്പോ എവിടെയൊക്കെ പോകുന്നത്? ഹിമാലയം. ഹിമാലയത്തിലോ? അവിടെ ഏതൊക്കെ സ്ഥലത്ത്? യമുന, യമുനോത്രി, ഗംഗോത്രി, ബദരിനാഥ്, കേദാർനാഥ്. പിന്നെ ആദ്യം ഇവിടുന്ന് പോകുന്നത് ഗുരുവായൂരപ്പനെ കാണാനാ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ദേവിയെ കാണാൻ പോകും. ദേവിയെ കാണാന്ന് പറയുമ്പോ ഏതമ്പലത്തിലേക്കാ? മൂകാംബിക ദേവി. കൊള്ളാലോ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ട്രെയിനിൽ അങ്ങ് പോകും. എന്തായാലും നന്നായി. അല്ല, അമ്മ പറഞ്ഞല്ലോ എന്തോ തട്ടി വിളിച്ചു. അതെന്താ? അതാ പറഞ്ഞു വരുന്നത്. ഞായറാഴ്ചയാണ് അവര് പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ഒരു വീട്ടിലാണെങ്കിൽ ഒരു മരണം നടന്ന കാരണം കൊണ്ട് ഒരു വീട്ടിലെ 3 പേർക്ക് പോകാൻ പറ്റത്തില്ലെന്നേ. കൊലയുണ്ടല്ലോ. അപ്പൊ അവര് നേരത്തെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാ. പകുതി പൈസ കൊടുത്ത്. അവർക്കിപ്പോ പോകാൻ പറ്റത്തില്ലല്ലോ. ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. നമുക്ക് പോയാലോ? നമുക്ക് ഹിമാലയത്തിലോ? ബദരിനാഥും? അയ്യോ, 20 ദിവസം ഇല്ലേ? ചേട്ടനോടൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ പോൻ? പെട്ടെന്ന് ചോദിക്കാനും പറയാനൊന്നും നിന്നാലേ നടക്കത്തില്ലെന്നേ. നമുക്ക് ഈശ്വരന്റെ ഒരു വിളി ഉണ്ടാവത്തില്ല ഇന്നടത്ത് നമ്മൾ ചെല്ലണമെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ ഒരു വഴി ഉണ്ടായി വരും. അതെ. അല്ല, അമ്മയുടെ കാര്യത്തിൽ എങ്ങനെയാ പിള്ളേര് സമ്മതിക്കോ പോവാൻ? സീതയും കൂടെ വരുന്നെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. എന്റെ പൊന്നു മാറോ, നീ ആമാ തേങ്ങ മാങ്ങാൻ നീ എന്നെ പുറത്തിറങ്ങിട്ട് പോയാ. എന്ത് പറ്റി? ഞങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് സംസാരം നിർത്തിയ പോലൊരു ഫീല്. എന്ത് സംസാരം നിർത്താന്? ഞങ്ങൾ അടുക്കളക്കാരും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അതല്ലല്ലോ. അതന്നെ. സീതാമ്മയോടുള്ളതുകൊണ്ട് അമ്മമ്മക്ക് ഭയങ്കര രഹസ്യം പറിച്ചില്ല. എന്തോന്ന് രഹസ്യം പറിച്ചില്ല? ഒന്ന് ഭാവിച്ചെവിടുന്ന്? കേശുവേ, അടുത്ത ഞായറാഴ്ച തൊട്ടേ ചിലപ്പോ ഒരു 10-20 ദിവസം ഞാൻ ഇവിടെ കാണത്തില്ല. എവിടെ പോണെന്നൊക്കെ എല്ലാം നിന്നോട് വിശദമായിട്ട് പറയണോ? പറയണം. പക്ഷേ ഞാൻ നിന്റെ അമ്മൂമ്മയാ. ഞാൻ അമ്മൂമ്മയുടെ കൊച്ചുമോളാ. ആണോ? എനിക്ക് പറയാൻ സൗകര്യമില്ല. പിന്നെ ചിലപ്പം 10 ദിവസം സീതയും കാണത്തില്ല. സീതമ്മ പോണ്? ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച്? രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതേ ഉള്ളു, 2 പേരും മാത്രമേ ഉള്ളൂ. 20 ദിവസം? 20 ദിവസം. എവിടെ പോണെന്ന് പറ. നീ എന്തോ ഞങ്ങളെ ചോദ്യം ചെയ്യുവാന്നോ? അമ്മൂമ്മ, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ അമ്മൂമ്മ ഞങ്ങളെ ചോദ്യം ചെയ്യത്തില്ലേ? അപ്പൊ അമ്മൂമ്മ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഞങ്ങളും ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യണ്ട. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. കേട്ടോ? സമയമാവുമ്പോ പറയേണ്ടുന്ന കാര്യങ്ങൾ പറയും. അന്നേരം കേട്ടാ മതി. പറഞ്ഞിട്ടേ അമ്മൂമ്മ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ കൈ ഞാൻ കടിച്ചു കയറും. പണ്ടിന് പറയുന്നത് പാറിന്റെ ഒരു കാര്യം തന്നെയാണ്. ശരി മാറിയത്. ഇപ്പൊ വിട്ടേക്കുന്ന്, പിന്നെ പിടിച്ചോളാം കേട്ടാ. ഞാനും പാട്ടാ. ഇതാ സ്വഭാവം. ഇനി സീത പോയി. എവിടെ പോണ്? ഒരു ഗ്യാപ്പ് പോലും വിടൂലല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട്.